TVK അധ്യക്ഷനും സൂപ്പർ താരവുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ചടങ്ങ് നടന്നത് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ദേശീയ രാഷ്ട്രീയ നേതാക്കളും സിനിമാ മേഖലയിലെ പ്രമുഖരുമൊക്കെ ചടങ്ങിൽ പങ്കെടുത്തു. വിജയുടെ കുടുംബാംഗങ്ങൾ, TVK പ്രവർത്തകർ, ആരാധകർ എന്നിവരാൽ ആ വേദി നിറഞ്ഞിരുന്നു. ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് തുടങ്ങുന്ന സത്യപ്രതിജ്ഞാ വാചകം വിജയ് ആരംഭിക്കുമ്പോൾ തന്നെ നിറഞ്ഞ കയ്യടിയും ആർപ്പുവിളികളുമായാണ് അണികൾ വിജയെ മുഖ്യമന്ത്രിയായി വരവേറ്റത്. അക്ഷരാർത്ഥത്തിൽ വിജയ് എന്ന സൂപ്പർ താരം നിറഞ്ഞാടിയ ഒരു വേദിയായി മാറി ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയം. എന്നാൽ ഇതേ സ്റ്റേഡിയത്തിൽ 13 വർഷങ്ങൾക്ക് മുന്നേ അപമാനിതനായി ഇരുന്ന ഒരു ചിത്രവും വിജയിനുണ്ട്. വിജയ് ഫാൻ സങ്കടത്തോടെയും രോഷത്തോടെയുമാണ് അത് ഇന്നും ഓർക്കുന്നത്. 2013 ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സിനിമയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ തമിഴകത്തിന്റെ പ്രിയതാരം വിജയിനെ സംഘാടകർ അന്ന് മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു. മുൻനിരയിൽ തനിക്കൊപ്പമുള്ള എല്ലാ നായകന്മാരും ഇരുന്നപ്പോൾ അവസാന നിമിഷം അവിടേക്ക് ക്ഷണിക്കപ്പെട്ട വിജയ്ക്ക് ഇരിക്കാൻ സ്ഥലം ലഭിച്ചത് 4ാം നിരയ്ക്കും പിന്നിലുള്ള ഒരു കസേരയിലായിരുന്നു. അന്ന് തലൈവ എന്ന സിനിമയുടെ റിലീസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ കാരണം സിനിമാ ലോകവും ഭരണകൂടവും അദ്ദേഹത്തെ ഏതാണ്ട് കൈവിട്ടു നിന്ന സമയം കൂടിയായിരുന്നു. അവഗണനയുടെ ഒരു നേർക്കാഴ്ചയാണ് അന്ന് വിജയ്ക്ക് കിട്ടിയ പിൻനിരയിലെ ആ കസേര. എന്നാൽ അവിടെയും വിജയനെ പിന്തുണയ്ക്കാൻ ആളുകളുണ്ടായിരുന്നു. പിൻനിരയിലിരുന്ന വിജയന്റെ അടുത്ത് ഇരിക്കാൻ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ എത്തി. സൂപ്പർ സ്റ്റാർ ചിയാൻ വിക്രം കൂടെ വിജയുടെ വലതുഭാഗത്ത് വന്നിരുന്നപ്പോൾ ആ അവഗണന ഒരു ആദരവായി മാറുകയായിരുന്നു. നിറഞ്ഞ കയ്യടികളോടെയാണ് ആ നിമിഷം സദസ്സിലുണ്ടായിരുന്നവർ ആഘോഷിച്ചത്. അന്ന് അവഗണിക്കപ്പെട്ട് 4ാം നിരയിൽ ഇരിക്കേണ്ടി വന്ന ചെറുപ്പക്കാരൻ 13 വർഷങ്ങൾക്കിപ്പുറം അതേ സ്റ്റേഡിയത്തിലേക്ക് ജനനായകനായി തിരിച്ചെത്തുകയാണ്. ആ കസേരയിൽ നിന്നും അധികാരത്തിന്റെ കസേരയിലേക്ക് വിജയ് കയറിയിരിക്കുന്നതും ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. അധികാരമേറ്റ വിജയ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ 717 ടാസ്മാക് മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാനാണ്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും 500 മീറ്റർ പരിധിയിലുള്ള 717 മദ്യശാലകൾ അടച്ചുപൂട്ടാനാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയിന്റെ ഉത്തരവ്. മുൻ സർക്കാരുകൾ സംസ്ഥാനത്ത് മദ്യവിൽപ്പന വ്യാപിപ്പിച്ച കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ TVK വിമർശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിജയുടെ പുതിയ നടപടി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സംസ്ഥാനതല പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ തീരുമാനമുണ്ടായത്. സംസ്ഥാനത്ത് ആകെ 4765 മദ്യവിൽപ്പന ശാലകളാണ് ടാസ്മാക് ഇപ്പോൾ നടത്തിവരുന്നത്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യം ഒപ്പുവെച്ച 3 ഫയലുകളിൽ ഒന്ന് ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കാനാണ്. അത് വിജയിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രഗ് ഫ്രീ സംസ്ഥാനമായി തമിഴ്നാട് മാറും. എന്തായാലും തുടക്കം ഗംഭീരമാണ്. ഇനിയുള്ള വിജയിന്റെ നീക്കങ്ങൾ കാത്തിരുന്ന് തന്നെ കാണണം. 6 മാസക്കാലത്തേക്ക് ഭരണത്തിന് തടസ്സമാകുന്ന വിധത്തിൽ യാതൊരു നീക്കവും തങ്ങളിൽ നിന്നും ഉണ്ടാകില്ലെന്ന് വിജയന് DMK ഉറപ്പും നൽകിയിട്ടുണ്ട്.